എന്താണ് ചേച്ചി പ്രശ്നം? ചേച്ചി അത് പാമ്പേ ചീറ്റുന്നുണ്ടോ അല്ല പത്തി വിടർത്തുന്ന അങ്ങനെ വല്ലതും കണ്ടായിരുന്നു? ചീറ്റുന്നുണ്ട്, പത്തി വിടർത്തുണ്ടായില്ലെന്ന് ഞാൻ കണ്ടിട്ടില്ല. പാമ്പിന്റെ നിറം എന്താണ് ചേച്ചി? പാമ്പിന്റെ നിറം പല കളർ കാണുന്നുണ്ട്. കറുപ്പ് കാണുന്നുണ്ട്, വെള്ള കാണുന്നുണ്ട്, വര കാണുന്നുണ്ട്, മഞ്ഞ കാണുന്നുണ്ട്. അപ്പൊ ചേച്ചി നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അപ്പൊ പാമ്പ അത് നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എത്ര തരം പാമ്പാണ് കടിക്കുന്നത് ഉള്ളത്? ഒത്തിരി ഇനം കടിക്കുന്ന പാമ്പുകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ അണലിയുണ്ട്, രാജവെമ്പാലുണ്ട്, മൂർഖുണ്ട്, ഇതെല്ലാം കടിക്കുന്ന പാമ്പ്. പിന്നെ വേറെ പ്രത്യേകതയുണ്ട്, ഈ ഇഴഞ്ഞു കിടക്കുന്ന പാമ്പുകളുണ്ട്, അത് കടിക്കൂല. പിന്നെ ചത്ത് കിടക്കുന്നതുണ്ട്, അതും കടിക്കൂല. പിന്നെ പിന്നെ സ്വപ്നം കണ്ട് കിടക്കുന്ന പാമ്പാണെങ്കിൽ ഒട്ടും കടിക്കൂല. പക്ഷെ ഇതിനെയൊക്കെ വെല്ലുന്ന സാധനങ്ങൾ കുറെ ഉണ്ട്. മൂർഖൻ ഇവിടെയൊക്കെ കടിച്ച ആ സ്പോട്ടിൽ തീരും. പിന്നെ 8 അടി മൂർഖൻ. പിന്നെ ഒരു സാധനമുണ്ട് വളകഴപ്പൻ എന്ന് പറയും. അതൊക്കെ ഈ മറ്റേ മണലും മറ്റേ മലകളൊക്കെ ഉള്ള സ്ഥലങ്ങളുള്ളു. അവനെങ്ങാനും കടിച്ചു കഴിഞ്ഞാൽ വള എണ്ണ തീരുന്നതിന് മുമ്പേ ആള് തീർന്നു പോകും. അപ്പൊ വളയിടാത്തവരാണെങ്കിലോ? എന്ത് പറയും? അപ്പൊ 8 അടി മൂർഖൻ കടിച്ചാൽ എങ്ങനെയാണ്? അപ്പൊ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. 8 അടി വെക്കുന്നതിന് മുമ്പേ ആള് തീരും. അപ്പൊ 8 അടി നടക്കാതിരുന്നാ പോലെ, അപ്പൊ ചാവൊന്നുമില്ലല്ലോ. ഉത്തരം മുട്ടിയാ നിങ്ങക്ക് മുണ്ടാതിരിക്കണത്. അപ്പൊ ഇപ്പൊ പാമ്പ് കടി കൊണ്ട് ആൾക്കാർ ഇഷ്ടം പോലെ മരിക്കണുണ്ടല്ലോ, അത് ചൂട് കൊണ്ടാണോ? ഏയ് ഒരിക്കലും അല്ല. ഞങ്ങളുടെ ഗുരുജി വാവാ സുരേഷ് അങ്ങേര് പറഞ്ഞിട്ടുണ്ട്, ചൂട് കൊണ്ടൊന്നും അല്ല. കാട്ടിൽ ജീവിക്കേണ്ട ജീവികളെ മനുഷ്യനവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. മണ്ണെടുത്ത് ആ മണ്ണ് കൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ടെടുത്ത് നിരത്തി അവിടെ ഈ പാമ്പുകൾ മുട്ടയിടുമ്പോൾ അതൊക്കെ അവിടെ വരികയാണ്, ആ നാട്ടിലും വരികയാണ്. പിന്നെ ഉള്ള മാലിന്യം മുഴുവൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കൂട്ടി ഇവര് ജീവിക്കാൻ വേണ്ടി ചൂട് കാരണം അതിൻ്റെ അടിയിൽ കയറിയിരിക്കും. പിന്നെ ആനകളെ കാട്ടിക്കിടക്കേണ്ട ആനകളാ. അപ്പോൾ ഉത്സവത്തിനും മറ്റുള്ള പരിപാടിക്കും കൊണ്ടേ നടന്ന് അവർക്ക് മതം പൊട്ടുന്നു, ആ പ്രശ്നമാകുന്നു. അവർക്ക് സ്വാതന്ത്ര്യമില്ല. മലകളും കാടും എല്ലാം വെട്ടി നിരത്തി ഈ മനുഷ്യര് അവിടെ കയ്യേറി എല്ലാം നശിപ്പിച്ച് അവിടെയൊക്കെ താമസിക്കുകയാണ് എല്ലാവരും. പിന്നെ ഇവരൊക്കെ എങ്ങോട്ട് പോകും? മനുഷ്യന് ഉപയോഗശൂന്യമായ മാലിന്യങ്ങളെല്ലാം വലിച്ചെറിയും. അതിലെല്ലാം ഈ പാമ്പുകൾ വന്നു കയറും. അല്ല, അവർക്ക് കിടക്കാൻ സ്ഥലം വേണ്ടേ? കാടൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ മനുഷ്യര് വന്നിട്ട് അവരെ പോയി ഉപദ്രവിക്കും, അവര് പിടിച്ച് കടിക്കും, കുറെ എണ്ണം അങ്ങനെയും പോകും. ഇപ്പൊ നടക്കുന്ന മുഴുവൻ അതാണ്. പിന്നെ പണ്ടൊക്കെ എല്ലാ പറമ്പിന്റെയും ഒരു ഏക്കറിന് സ്ഥലങ്ങളും ഉണ്ടാവും. ഇതിലൊക്കെ ഓരോ കുളവും ഉണ്ടാവും, അതിൽ നിറച്ചും മീനുകളും എല്ലാം ഉള്ള. അതെല്ലാം നമ്മൾ ഓരോ വർഷവും വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് വെക്കും. ഇപ്പൊ കുളം എവിടെ? കുളമുള്ള എല്ലാം മൂടിക്കളഞ്ഞ് പിന്നെയുള്ള തടങ്ങളൊന്നും നികത്തി. ഇപ്പൊ തടവും ഇല്ല, ഒന്നുമില്ല. പണ്ടത്തെ പോലെ ഒന്നുമില്ല. ഇപ്പൊ പിള്ളേർക്ക് നീന്തൽ പഠിക്കണമെങ്കിൽ കാശ് കൊടുത്തു പോയി സ്വിമ്മിംഗ് പൂളിൽ പോയി നീന്തൽ പഠിക്കണം, വെള്ളമില്ല. ഇതൊക്കെ തോടുകളെല്ലാം മാലിന്യങ്ങളായി കിടക്കല്ലേ, പ്ലാസ്റ്റിക് കുപ്പികളും അഴുക്കും എല്ലാം. എന്റെ പൊന്നു, ടൗണിലുള്ള തോടുകളുടെ നിറം കണ്ടിട്ടുണ്ടോ? എന്താ അല്ലേ, കണ്ടാ പേടിയാവും. നമ്മളെ കയ്യോ കാലോ ഒന്ന് മുട്ടിയാ ഇല്ലാത്ത രോഗങ്ങളാ വന്നത്. പോവാൻ പറ്റും മണത്തിൽ. അത് തന്നെ, മാസ്കിന്റെ ഉപയോഗം ഇപ്പഴാ വേണ്ടത്. നമ്മ പറഞ്ഞു വേറെ കാര്യത്തിൽ പോയി. ഇനി എന്റെ വീട്ടിലെ പാമ്പിന്റെ കാര്യം പറ. പറഞ്ഞു ചേച്ചി പാമ്പിന്റെ കാര്യം മറന്നുപോയി. ചേച്ചി, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ പടത്തിലിരിക്കുന്ന പാമ്പുണ്ട്, അത് കടിക്കില്ല. നമുക്കങ്ങ് പോയാലോ? പോകാം.